Hi all, once again welcome back and this is Nihal Perspective. Here I'm discussing things through my perspective and എൻ്റെ ചില വീക്ഷണ കോണങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. ആൻഡ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ആത്മവിശ്വാസം അതൊരു അമിത ആത്മവിശ്വാസമായി മാറുമ്പോൾ എന്തു സംഭവിക്കും. ഇപ്പം ഷൗക്കത്ത് 3-ാം സ്ഥാനത്താണ്. ലോകം മൊത്തം വിയോജിക്കുമ്പോഴും താനാണ് ശരി, തന്റെ തീരുമാനങ്ങളാണ് ശരി, തന്റെ ചിന്തകളാണ് ശരി എന്നൊരു മനുഷ്യനെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന, പറയിപ്പിക്കുന്ന, തോന്നിപ്പിക്കുന്ന ഫാക്ടർ എന്താണ്? ഇവിടെ ഇപ്പൊ എത്ര വോട്ട് ചെയ്താലും കൂടുമ്പോൾ എനിക്ക് തന്നെയാണ് കൂടുതൽ സാധ്യത. 10 വോട്ട് കൂടുതൽ വന്നാൽ അതിൽ ഈ പറയുന്നത് പോലെ 5 വോട്ട് എനിക്കാണ്. ലെറ്റ്സ് ഗോ വിത്ത് അവർ എക്സാമിലെ കേരളത്തിലെ നിലവിലെ ഏറ്റവും മികച്ച വിവാദ നായകൻ ആൻഡ് ദ മോസ്റ്റ് കോൺട്രവേഴ്സ്യൽ പൊളിറ്റിക്കൽ ലീഡർ PV അൻവർ. വിജയിച്ച UDF-ന്റെ സ്ഥാനാർത്ഥി ശ്രീ ആര്യാടൻ ഷൗക്കത്തിന് ആദ്യമായി എല്ലാവിധ വിജയാശംസകളും അർപ്പിക്കുകയാണ്. ഇപ്പം ഷൗക്കത്ത് 3-ാം സ്ഥാനത്താണ്. വിജയിച്ച UDF-ന്റെ സ്ഥാനാർത്ഥി ശ്രീ ആര്യാടൻ ഷൗക്കത്തിന് ആദ്യമായി എല്ലാവിധ വിജയാശംസകളും അർപ്പിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കേൾക്കുന്നത് PV അൻവർ എന്ന ഒരു രാഷ്ട്രീയക്കാരന്റെ കോൺഫിഡൻസ്. ഞാൻ ഈ മണ്ഡലത്തിൽ വിജയിച്ചിരിക്കും, 75,000-ലധികം വോട്ട് ഞാൻ നേടിയിരിക്കും. നിലവിൽ നമ്മൾ പലപ്പോഴും പല പൊളിറ്റീഷ്യൻസിൻ്റെയും അല്ലെങ്കിൽ പലപ്പോഴും പല ഇലക്ഷൻസ് വരുമ്പോൾ അവരുടേതായ വാദങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉയർത്താറുണ്ട്. ഇനി തോൽക്കുമെന്ന് ഉറപ്പുള്ള മണ്ഡലമാണെങ്കിലും ഇത്ര വോട്ടിന് ഞങ്ങൾ ജയിക്കും എന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി, അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി എനിക്കിവിടെ കാണാൻ സാധിച്ച ഒരു കാര്യം, ഇത്ര വോട്ടിന് ജയിക്കും എന്നുള്ളത് ഇലക്ഷൻ കൗണ്ട് ചെയ്യുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപേ എൻ്റെ കയ്യിൽ ഡാറ്റയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ വോട്ടിന്റെ ഭൂരിപക്ഷം വരെ പറയാൻ കാണിച്ച ആ ഒരു അമിതാത്മവിശ്വാസം. അക്കോർഡിംഗ് ടു മൈ അണ്ടർസ്റ്റാൻഡിങ് ഇപ്പം ഷൗക്കത്ത് 3-ാം സ്ഥാനത്താണ്. എൻ്റെ സർവേ പ്രകാരം ഈ 10,000 വോട്ട് കൊണ്ട് വരുന്നതോട് കൂടി സ്വരാജ് കയറും. ഷൗക്കത്ത് 3-ാം സ്ഥാനത്താണ്. സോ അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വന്നത്. വാട്ട് ഈസ് കോൺഫിഡൻസ് ആൻഡ് ഓവർ കോൺഫിഡൻസ്? കോൺഫിഡൻസ് നമുക്കറിയാം, നമ്മുടെ എബിലിറ്റി, നമ്മുടെ സ്കിൽ ആൻഡ് നമ്മുടെ സറൗണ്ടിങ്സ്, നമ്മുടെ പൊട്ടൻഷ്യൽ എല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് what I can do, എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, എനിക്ക് എന്തൊക്കെ മാക്സിമം എൻ്റെ പൊട്ടൻഷ്യൽ എനിക്ക് പുറത്തെടുക്കാൻ സാധിക്കും എന്ന കൃത്യമായ ഒരു ബോധത്തെ, അവയർനെസ്സിന് നമുക്ക് കോൺഫിഡൻസ് എന്ന് വിളിക്കാം. ദെൻ വാട്ട് ഈസ് ഓവർ കോൺഫിഡൻസ്? എന്താണ് അമിതാത്മവിശ്വാസം? സൈക്കോളജിസ്റ്റ് ഡിഫൈൻഡ് ആസ് ഓവർ കോൺഫിഡൻസ് ബയാസ് ആസ് എ കോഗ്നിറ്റീവ് ഡിസോർഡർ whereas the person's belief in their own abilities or judgment exceeds their actual performance or accuracy. ഒരു വ്യക്തി തൻ്റെ കഴിവുകളിൽ വിശ്വസിക്കാൻ, തൻ്റെ എബിലിറ്റിയിൽ വിശ്വസിക്കുകയാണ്. ആക്ച്വലി അവൻ്റെ കഴിവെന്താണ്, അവൻ്റെ എബിലിറ്റി എന്താണ്, അവൻ എത്രത്തോളം ആ കാര്യത്തെ പറ്റി ചെയ്യാൻ സാധിക്കും എന്ന കൃത്യമായ അറിവില്ലാതെ എനിക്ക് എന്തൊക്കെയോ ചെയ്യാൻ വേണ്ടി സാധിക്കും എന്താ ശരിക്കും പറഞ്ഞാൽ അറിവില്ലായ്മയാണ് ശരിക്കും പലപ്പോഴും നമ്മുടെ ഓവർ കോൺഫിഡൻസിലേക്ക് എത്തിക്കാറുള്ളത്. ആക്ച്വലി ഇത് എല്ലാ മനുഷ്യരും ഉള്ളൊരു സാധനമാണ്. പലപ്പോഴും എനിക്കിത് തോന്നാറുണ്ട്, ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കും തോന്നാറുണ്ടായിരിക്കും. പലപ്പോഴും നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഒരു ഫാക്ടർ എന്ന ഈ കോൺഫിഡൻസ്, അല്ലേ? അല്ലെങ്കിൽ ഈ കോൺഫിഡൻസ് ഇല്ലാത്ത, അല്ലെങ്കിൽ പല സന്ദർഭങ്ങളും നമ്മൾ പലപ്പോഴും താഴോട്ട് പോകും എന്ന് തോന്നുന്ന പല ഘട്ടത്തിലും നമ്മളെ ഉയർത്തെണീക്കാൻ, നമ്മുടെ ഒരു പടി മുന്നോട്ട് എക്സ്ട്രാ വെക്കാൻ വേണ്ടി പലപ്പോഴും നമ്മുടെ ഉള്ളിലേക്ക് എത്തിക്കുന്ന ഫാക്റ്റാണ് ഈ പറയുന്ന കോൺഫിഡൻസ്, അല്ലെങ്കിൽ നമ്മൾ ഈ വിളിക്കുന്ന ഓവർ കോൺഫിഡൻസ്. ഞാൻ ഇപ്പോഴും ഈ കോൺഫിഡൻസ് വേഴ്സ് ഓവർ കോൺഫിഡൻസ് എന്ന് പലപ്പോഴും ഡിസ്കഷൻ നടത്തുമ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ ഓർമ്മയിലേക്ക് വരുന്ന എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ഞാനൊരു 12th or 11th പഠിക്കുന്ന സന്ദർഭത്തിലാണ് ഇതുപോലെ ഒരു മഴക്കാലം, ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് സൈക്കിൾ എടുത്ത് ആ പുഴ നീന്താൻ വേണ്ടി പോകുന്നൊരു സമയം. ചെറിയൊരു പുഴ എന്ന് വിളിക്കാമെന്ന് പറ്റില്ല, ജസ്റ്റ് അറൗണ്ട് ഒരു 20-25 മീറ്റർ മാത്രം നീളമുള്ള ചെറിയൊരു തോട്. അങ്ങനെ വെള്ളം കവിഞ്ഞൊഴുകുകയാണ്. മുട്ടിനോടത്തോളം വെള്ളം ഇവിടെ ഉണ്ട്, കരയിൽ തന്നെ ഉണ്ട്, അല്ലെങ്കിൽ ആ പുഴയുടെ കരയിൽ. അപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട്സ് ഇങ്ങനെ പലപ്പോഴും ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് ആരും അത് ക്രോസ് ചെയ്ത് കിടക്കും. അങ്ങനെ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും, ബേസിക്കലി ഞാനൊരു സ്വിമ്മിങ്ങിലൊരു ബിഗിനറാണ്, നീന്തം പഠിച്ചു വരുന്നുള്ളൂ. ബേസിക്കലി എനിക്ക് വെള്ളം കണ്ടാൽ തന്നെ പേടിയാണ്. ആ സന്ദർഭത്തിൽ ഞാനും എൻ്റെ ഫ്രണ്ടും ഞങ്ങൾ എന്ത് ചെയ്യാണ്, ഞങ്ങൾ പറയും ഓക്കെ നമുക്ക് അവിടെ എത്താം. കാരണം എൻ്റെ മുന്നിലുള്ള ഞങ്ങളുടെ മറ്റു ഫ്രണ്ട്സൊക്കെ നീന്തി എന്താ ചെയ്യുന്നുണ്ട്, ക്രോസ് ചെയ്ത് കിടക്കുന്നത്. ബിക്കോസ് അവർ അത്രയും എക്സ്പീരിയൻസ് ആണ്, അവർക്ക് നന്നായി നീന്താൻ അറിയാം. ഞാനും എൻ്റെ ഫ്രണ്ടും ഇത് കണ്ട് ഞങ്ങൾ നീന്താൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ചാടി, കാരണം നല്ല ഒഴുകി വരുന്ന വെള്ളമാണ്, ഒഴുക്കിന് ക്രോസ് ചെയ്ത് നീന്തിയാൽ അവിടെ എത്തുള്ളൂ. ഞങ്ങൾ രണ്ടുപേരും അല്ലെങ്കിൽ എന്താണ്, അവന് കുറച്ച് പറയും എങ്കിൽ എനിക്കും അവൻ്റെ മുന്നിൽ ഞാൻ മോശക്കാരാവരുതല്ലോ എന്ന് കരുതി ഞാനും എൻ്റെ ഉള്ളിൽ കോൺഫിഡൻസ് ഉണ്ട് എന്ന് കരുതി ഞാനും ഇങ്ങോട്ട് വെള്ളത്തിലേക്ക് എടുത്ത് ചാടി. അറൗണ്ട് ഞങ്ങൾ അങ്ങനെ നീന്തി ഒരു പകുതിയൊക്കെ ക്രോസ് ചെയ്ത് അവിടേക്ക് എത്തി. ജസ്റ്റ് ഞാൻ ടയർഡായിക്കൊണ്ടിരിക്കുക, എനിക്കറിയുന്നത് ഞാൻ അവിടെ കയറാൻ വേണ്ടി ജസ്റ്റ് ആ എൻഡിലേക്ക്, അല്ലെങ്കിൽ കര എടുത്താൻ നേരത്ത് ഞാനും എൻ്റെ ഫ്രണ്ട് ജസ്റ്റ് ഞങ്ങൾ തമ്മിലൊന്ന് മുട്ടിപ്പോയി. ആ മുട്ടിയതിൽ എൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു ശക്തി നഷ്ടപ്പെട്ടു. ഞാൻ ഒഴുക്കിൽ അങ്ങ് ഒഴുകിപ്പോയി. അവൻ എന്തോ ഒരു ഇതും പിടിച്ചങ്ങ് കയറി. ജസ്റ്റ് എൻ്റെ ഫ്രണ്ട്സ് ഓടി വന്ന ഒരു ഓല മടൽ ഇട്ട് തന്നിട്ടാണ് ഞാൻ അത് പിടി രക്ഷപ്പെട്ടത്. പലപ്പോഴും ഇത് എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ എപ്പോഴും കോൺഫിഡൻസ് ഓർ ഓവർ കോൺഫിഡൻസ്, എൻ്റെ കഴിവ് എന്താണ്, എൻ്റെ പൊട്ടൻഷ്യൽ എന്താണ് എന്ന് ഞാൻ ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓടുന്നൊരു ഇവൻ്റാണ്, അല്ലെങ്കിൽ ഒരു സംഭവമാണത്. നമ്മളെപ്പോലുള്ള സാധാരണക്കാരായ കോമൺ മാൻ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ഒരു ലിമിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്കത് വലിയ
പ്രശ്നങ്ങളായി മാറാറില്ല പലപ്പോഴും ഇത്തരം വിഷയങ്ങൾ നമ്മളെ മാത്രം സ്വാധീനിക്കുന്ന വിഷയങ്ങളായി തീരാറുണ്ട്. ബട്ട് പൊളിറ്റീഷ്യൻസ് അല്ലെങ്കിൽ അധികാരം കൈയാളുന്ന ആളുകൾ, രാജ്യത്തെ ഭരിക്കുന്ന, നാടിനെ നയിക്കുന്ന ആളുകൾക്കിടയിലേക്ക് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരുമ്പോൾ അത് പലപ്പോഴും ബിയോണ്ട് ദ ലിമിറ്റ്, ലിമിറ്റിനപ്പുറത്തേക്ക് പോകാറുണ്ട്. പലരെയും ഈ അബദ്ധത്തിലേക്ക് ചാടിച്ച് വീഴ്ത്തുന്ന ദ 3 സൈക്കോളജിക്കൽ റൂട്ട് ഓഫ് ഓവർ കോൺഫിഡൻസ് നമ്മളിലേക്ക് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നമ്മളിലേക്ക് എത്തിക്കുന്ന, അത് ഞാൻ ചെയ്യും എന്ന ഒരു പോയിന്റിലേക്ക് നമ്മൾ തീരുമാനമെടുക്കാൻ നമ്മളെ പ്രാപ്തമാക്കുന്ന പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ. നമ്പർ 1, ഇല്യൂഷൻ ഓഫ് കൺട്രോൾ. എന്താണ് നടക്കാൻ വേണ്ടി പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന കാര്യം ഇസ് എൻറ്റയർ നമ്മുടെ കൺട്രോളിലാണ്. ഞാൻ തീരുമാനിക്കുന്ന കാര്യങ്ങൾ നടക്കുകയുള്ളൂ, എൻ്റെ തീരുമാനങ്ങൾ അവിടെ നടപ്പിൽ വരികയുള്ളൂ, എനിക്ക് ഐ ക്യാൻ മാനേജ് ഇറ്റ് ആൻഡ് ഐ ക്യാൻ കൺട്രോൾ ഇറ്റ് എന്ന അമിത വിശ്വാസം, ആ ഒരു ഇല്യൂഷൻ അവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്കറിയില്ല നടക്കാൻ വേണ്ടി പോകുന്ന കാര്യം എന്താണ്. നമ്മളെപ്പോഴും വിശ്വസിക്കുന്നത് ഞാൻ വിചാരിക്കുന്ന രീതിയിൽ, ഞാൻ പ്ലാൻ ചെയ്ത രീതിയിൽ, ഞാൻ മനസ്സിലാക്കിയ രീതിയിൽ മാത്രമേ കാര്യങ്ങൾ നടക്കൂ എന്ന ചിന്തയാണ് ഒന്നാമതായി നമ്മൾ ആ രീതിയിലേക്ക് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകം. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് സെൽഫ് സെർവിങ് ബയാസ്. നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു കാര്യം എടുക്കുകയാണ്, ഫോർ എക്സാമ്പിൾ നമുക്ക് ഇലക്ഷൻ തന്നെ എടുക്കാം. ഇലക്ഷനിൽ ഇപ്പോൾ ഞാൻ സ്വന്തമായി ഇലക്ഷൻ മത്സരിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ആ ഇലക്ഷനിൽ ഞാൻ ജയിച്ചാൽ ഞാൻ പറയും അതെൻ്റെ കഴിവാണ്, എൻ്റെ എബിലിറ്റിയാണ്, ഞാൻ എൻ്റെ കൃത്യമായ പ്ലാനിങ്ങോട് കൂടി ഞാൻ വർക്ക് ചെയ്തുകൊണ്ടാണ് ഞാൻ അവിടെ ജയിച്ചതെന്ന് ഞാൻ അവിടെ പറയും. ബൈ ചാൻസ് ഞാൻ അവിടെ തോറ്റെന്ന് വിചാരിച്ചാൽ ആ തോൽവിയുടെ കാരണങ്ങൾ ഞാൻ വേറെ ചിലരുടെ ആളുകൾ തലയിലങ്ങ് ഇട്ടുകൊടുക്കും. ഗോട്ട് ഇറ്റ്? ആൻഡ് ദ തേർഡ് വൺ ഈസ് ദ ഡണ്ണിങ്-കൃഗർ എഫക്ട്. പലരും അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സ്കില്ലിനെ പറ്റി, നമ്മളെ എബിലിറ്റിയെ പറ്റി കൃത്യമായ ധാരണയില്ലാതെ മറ്റാളുകൾ നമ്മളെ പറ്റി പറയുന്നത് കേട്ടിട്ട് നമ്മൾ പറയുന്നത് നമ്മളെ പലപ്പോഴും പുകഴ്ത്തി നമ്മളെ ടോപ്പാക്കി നമ്മളതിലേക്ക് കൊണ്ട് ചാടിക്കാന്ന് പറയുന്നത്. ഇതും എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ ഈ ഓവർ കോൺഫിഡൻസിലേക്ക്, എടുത്ത് ചാട്ടത്തിലേക്ക് നമ്മൾ എത്തിക്കുന്ന ഒരു ഫാക്റ്റാണ്. ബേസിക്കലി ഈ പൊളിറ്റീഷ്യൻസിന് ഓവർ കോൺഫിഡൻസ് വന്നു കഴിഞ്ഞാൽ അവരുടെ വാക്കിലും സംസാരത്തിലും പ്രവർത്തിയിലും എടുക്കുന്ന തീരുമാനത്തിലും വരെ നമുക്കിത് കാണാൻ വേണ്ടി സാധിക്കും. PV അൻവറിന്റെ വളരെ റീസെന്റ് നടന്ന പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റും അദ്ദേഹത്തിന്റെ ചില വിവാദപരമായ കാര്യങ്ങൾ നോക്കി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹം ആദ്യമായി തന്നെ നിലവിൽ ഭരിക്കുന്ന ഗവൺമെന്റിന്റെ ചില ഇഷ്യൂസിനെ റൈസ് ചെയ്തിട്ട് അദ്ദേഹം രംഗത്തേക്ക് വരുന്നത്. അദ്ദേഹം ആ പാർട്ടിയുടെ അംഗമായിരുന്നു, ആ മുന്നണിയുടെ അംഗമായിരുന്നു. അവിടെ നിന്നുകൊണ്ട് ആ പാർട്ടി അദ്ദേഹം ഒറ്റയ്ക്ക്, നിങ്ങൾ മനസ്സിലാക്കണം, കേരളത്തെ ഭരിക്കുന്ന, സ്റ്റേറ്റ് ഭരിക്കുന്ന കോർ ടീമിനെയാണ് അദ്ദേഹം ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് വെല്ലുവിളിക്കുന്നത്, ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഫൈറ്റ് ചെയ്യുന്നത്. കാരണം അത്രയും വലിയൊരു അതായത് അധികാരം മുഴുവൻ കൈയാളുന്ന ആളുകളോട് ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്യാൻ ഹീസ് നോട്ട് എ സൂപ്പർ പവർ, അദ്ദേഹം ഒരു സൂപ്പർമാനോ അമാനുഷികനോ അല്ല എന്ന ബോധ്യം കൃത്യമായി അവിടെ നഷ്ടപ്പെട്ടോ എന്നൊരു തോന്നൽ എനിക്കുണ്ടായിട്ടുണ്ട്. ആൻഡ് സെക്കൻഡ് തിങ്, ഇത്രയും വലിയൊരു വിഷയത്തെ അദ്ദേഹം ഉന്നയിക്കുന്ന സന്ദർഭത്തിൽ ഒരു ടീം അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അത് കുറച്ചും കൂടി എഫക്റ്റീവായി, ദാറ്റ് മീൻസ് ഒരു അപ്പോസിഷൻ പാർട്ടിയുടെ ഒരു പിന്തുണ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി കുറച്ചും കൂടി എഫക്റ്റീവായി ഇഷ്യൂസിനെ എത്തേണ്ടവിടത്ത് കൊള്ളിക്കാൻ കഴിയുമായിരുന്നു എന്നൊരു ഒപ്പീനിയൻ എനിക്കുണ്ട്. ബട്ട് അൺഫോർച്യുനേറ്റ്ലി അറ്റ് ലാസ്റ്റ് അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നിന്ന് റിസൈൻ ചെയ്തു പോകുന്നു, അദ്ദേഹത്തിന്റെ പാർലമെന്ററി അംഗത്വം റിസൈൻ ചെയ്തു പോകുന്നു. അവസാനം വീണ്ടും ഒരു ബൈ ഇലക്ഷൻ വരുന്നു. ആ ബൈ ഇലക്ഷൻ അദ്ദേഹം തന്നെ മത്സരിക്കുന്നു. അദ്ദേഹത്തിന്റെ സീറ്റ് അദ്ദേഹം തന്നെ ഒഴിവാക്കി ആ സീറ്റ് വേണ്ടി വീണ്ടും മത്സരിക്കാം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അവിടെ നടക്കുന്ന ഒരു വിരോധാഭാസം നിങ്ങൾ മനസ്സിലാക്കി നോക്കൂ. അത്രയും കാലം താൻ മത്സരിച്ച് താൻ നേടിയൊരു സീറ്റ് അദ്ദേഹം രാജിവെക്കുന്നു. വീണ്ടും ആ സീറ്റിന് വേണ്ടി വീണ്ടും അഹോരാത്രം പ്രയത്നിക്കുന്നു. അറ്റ് ദ ലാസ്റ്റ് അദ്ദേഹം അതിൽ തോൽക്കുന്നു. ആ തോൽവി അദ്ദേഹത്തിന് അറിയാം. ഞാൻ തോൽക്കുന്ന കാര്യം കൃത്യമായി അദ്ദേഹത്തിന് അറിവുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ആ തോൽവി അറിയും അല്ലെങ്കിൽ ആ റിസൾട്ട് വരുന്നതിന്റെ മണിക്കൂറുകൾക്ക് മുമ്പ് അദ്ദേഹം നടത്തിയ സ്റ്റേറ്റ്മെന്റ്, ഇത്തരത്തിലുള്ള ആത്മവിശ്വാസങ്ങൾ പലപ്പോഴും രാഷ്ട്രീയക്കാർക്ക് നല്ലതല്ല എന്നാണ് ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. പലപ്പോഴും നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ, നമ്മുടെ ഡിസിഷൻസ് അത് റോങ് ആവാൻ ഇത് കാരണമാവാറുണ്ട്. അതുപോലെ മറ്റുള്ളവരുടെ സജഷൻ നമ്മൾ കേൾക്കാതിരിക്കാൻ ഇത് കാരണമാവാറുണ്ട്. അമിത വാഗ്ദാനങ്ങൾ നൽകുന്ന വിഭാഗമായി മാറാനും ഇത് കാരണമാവാറുണ്ട്. സ്വയം നേതാവ് എന്ന തോന്നൽ ഈ ആളുകൾക്കിടയിൽ ഉണ്ടാവാനും ഇത് കാരണമാവാറുണ്ട്. സോ ബേസിക്കലി പൊളിറ്റീഷ്യൻസിന് ഓവർ കോൺഫിഡൻസിന് അപ്പുറത്തേക്ക് ഒരു സ്ട്രാറ്റജിക് പ്ലാനിങ് ആണ് വേണ്ടത്. കൃത്യമായി കാര്യങ്ങളെ പ്ലാൻ ചെയ്തുകൊണ്ട് ശത്രുക്കളെ ഉണ്ടാക്കുന്നതിന് പകരം നിലവിലെ ശത്രുവിനെ തന്റെ മിത്രമാക്കി മാറ്റാനുള്ള കഴിവാണ് ഒരു പൊളിറ്റീഷ്യനെ യഥാർത്ഥ നേതാവാക്കി മാറ്റുന്നത്. ഹീസ് നോട്ട് എ റിബൽ. എല്ലാവരെയും കൂട്ടിപ്പിടിക്കുന്ന ഒരാളായി തീരുമ്പോഴാണ് ഒരു നേതാവ് യഥാർത്ഥ ലീഡറായി മാറുന്നത്. ആൻഡ് ബേസിക്കലി ഞാനിവിടെ PV അൻവർ MLA ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആക്കി മാത്രം എടുത്താണ്. ഈ പറഞ്ഞ ഓവർ കോൺഫിഡൻസ് പലപ്പോഴും നമുക്കും ഈ വീഡിയോ കാണാൻ നിങ്ങൾക്ക് ഉണ്ടാവാറുണ്ട്. പലപ്പോഴും നമുക്ക് ഈ ഓവർ കോൺഫിഡൻസ് നമുക്ക് എങ്ങനെ ഇല്ലാതാക്കാൻ സാധിക്കും, നമുക്ക് ഇതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും? ബേസിക്കലി ഒരു റെഗുലർ ആയിട്ടുള്ള ഒരു സെൽഫ് റിഫ്ലക്ഷൻ എപ്പോഴും വേണം. നമ്മൾ ചെയ്യുന്ന പ്രവർത്തിയിൽ, നമ്മൾ ചെയ്യുന്ന കാര്യത്തെ ഒന്ന് ക്രിട്ടിക്കലി അനലൈസ് നമ്മൾ തന്നെ ചെയ്യാം. നമ്മൾ പോകുന്ന വഴി ശരിയാണോ, അല്ലെങ്കിൽ ഇത് റൈറ്റ് ആണോ, സൊസൈറ്റി ഇതിന്റെ കൂടെ ഉണ്ടോ, നമ്മൾ ചെയ്ത് റൈറ്റ് വേയിലാണോ നമ്മൾ കൃത്യമായി പോകുന്നത് നമുക്ക് വേണം. സെക്കൻഡ് വൺ ഈസ് ലേൺ ഫ്രം ദ ഫെയിലർ. ഈ ഫെയിലർ എന്ന് പറഞ്ഞാൽ അത് എന്തോ വലിയൊരു സാധനമൊന്നുമല്ല. ഇത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പരാജയം. എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അതിന്റെ തൊട്ടടുത്ത് വിജയത്തിന്റെ കൂടെ തന്നെ ഒരു പരാജയം എന്നൊരു സാധനം അവിടെ ഉണ്ട്. ആ പരാജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എൻറ്റയർലി ഷട്ട് ഡൗൺ ചെയ്യുക എന്നുള്ളതല്ല, അതൊരു ലേണിംഗ് പ്രോസസ്സാണ്. നമ്മൾ ചെയ്യുന്ന കാര്യത്തെ നമുക്ക് ഇനിയും കുറച്ചും കൂടി മികച്ചതാക്കാൻ ഉണ്ട് എന്ന് നമ്മുടെ പ്രകൃതി, നമ്മുടെ നേച്ചർ നമ്മളിലേക്ക് എത്തിച്ചേരുന്ന ഒരു സാധനമാണ്
ഈ പരാജയം. അതിന് കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ ജോലി തന്നെ കുറച്ചും കൂടി അപ്ഗ്രേഡ് ആയിട്ട് കുറച്ചും കൂടി നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. സോ കോൺഫിഡൻസും ഓവർ കോൺഫിഡൻസും എൻറ്റയർലി ഡിഫറെൻറ്റ് തന്നെയാണ് എന്ന കൃത്യമായ ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. ആൻഡ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഒപ്പീനിയൻസ് നിർബന്ധമായി നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഹാൽസ് പെർസ്പെക്റ്റീവ്. സീ യു സൂൺ ആൻഡ് വിത്ത് അനദർ വീഡിയോ.